ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള അറേബ്യൻ റൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കബ്സ, മന്തി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കബാലിയത്ത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ നമുക്ക് കബാലിയത്ത് റൈസ് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് ഞാനിവിടെ ബീഫ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇടത്തരം പീസാണ്, എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാനൊരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് വലിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മന്തി, കബ്സ ഏതെങ്കിലും മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാഗി ക്യൂബാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെജിറ്റബിളിൻ്റെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു ക്യൂബാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഏതെങ്കിലും മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ചേർക്കുക, ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ചധികം വെളുത്തുള്ളി, 3-4 പീസ് ഇഞ്ചി. അപ്പോൾ ഇത് ഇത്രയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ചതച്ചെടുത്തതിന് ശേഷം ആ മിക്സും കൂടെ നമ്മുടെ ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ചെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കൈ ഉപയോഗിച്ച് മസാലകളൊക്കെ ബീഫിലോട്ട് ചേർത്ത് പിടിപ്പിക്കുക. ബീഫിലോട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതായത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ നമുക്കത് വേവിച്ചെടുക്കണം. ആ സമയത്ത് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കബാലിയത്ത് റൈസിന് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കില്ല, സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലിലോട്ട് ഒരു 3 സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് സവാള സോഫ്റ്റ് ആകുന്ന രീതിയിൽ, ഒരു കളർ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കുക. ഇതൊന്ന് കുഴഞ്ഞ് കിട്ടി, കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഞാനൊരു 5 പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ നേരത്തെ ചേർത്ത കബ്സ മസാലയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 1/2 ടേബിൾ സ്പൂണോ ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല, നല്ല മണമുള്ളതാണത്. പിന്നെ മാഗി ക്യൂബ് ഞാനൊരു പകുതിയും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെജിറ്റബിളിൻ്റെയാണ് കയ്യിലുള്ളത്, ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ബീഫിൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയമെടുത്ത് പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയം നമ്മുടെ ബീഫ് എന്തായാലും വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അരപ്പൊന്നും മാറ്റാതെ അതിലെ വെള്ളവും അരപ്പും ബീഫും എല്ലാം കൂടെ ചേർത്ത് നമുക്കിനി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് ബീഫിന്. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടപ്പുകൊണ്ട് അടച്ച് കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മസാല ഏതാണ്ടൊന്ന് തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ മസാല തയ്യാറാക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ഒരു മണമൊക്കെ ഉണ്ട്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഇതുപോലെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 2 ചെറിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള മസാലയ്ക്കൊക്കെ ഈ മസാല തയ്യാറാകുന്ന ഈ സമയത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുന്ന നല്ല ഒരു ടേസ്റ്റാണ്. കുറച്ച് സമയം കൂടി ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് മസാലയും നെയ്യൊക്കെ കൂടെ ഒന്ന് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കാനുണ്ട്. ഞാനൊരു 1/2 ക്യാപ്സിക്കം നീളത്തിന് ഇതുപോലെ അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ റൗണ്ട് ചെയ്ത് അരിഞ്ഞതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് സമയം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്നത് വരെ മതിയാകും. ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, പുളിപ്പറിയും. അപ്പോൾ ഇതുപോലുള്ള റൈസിനൊക്കെ കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർക്കുന്നതും നല്ല ടേസ്റ്റാണ്. നാരങ്ങ നീര് കൂടുകയാണെങ്കിൽ പുളിപ്പറിയും. അപ്പോൾ ഇതിനെ വീണ്ടും അടച്ചു വെച്ചു. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ കൂടെ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മല്ലിയില മാത്രം ഉള്ളതുകൊണ്ട് ഇത് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഒന്നും അളവ് ഒരു കണക്കില്ല. അപ്പോൾ എല്ലാം യോജിപ്പിച്ച് കൊടുത്തു. നമ്മുടെ മസാല ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു മണമാണ് നമ്മുടെ ഈ മസാല തയ്യാറാക്കി വരുമ്പോൾ. ഇതിന് ഇത്രയും തന്നെ മതിയാകും. ഇത് അടച്ചു വയ്ക്കാം. നമുക്കിനി റൈസ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തു. അതിലോട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതുപോലുള്ളത് കുറച്ച് അളവിലൊന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയാകും. നമ്മളിത് നെയ്ച്ചോറ് വെക്കുന്ന രീതിയിൽ പോലെയാണ് ഇത് തയ്യാറാക്കുന്നത്. കുറച്ച് മാറ്റം വരുത്തേ ഉള്ളൂ. നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഒരു 5.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നു. 6 ഗ്ലാസ്സിൽ നിന്ന് 1/2 ഗ്ലാസ് വെള്ളം മാറ്റിയതിന് ശേഷമാണ് ചേർക്കുന്നത്. അതിൽ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കബ്സ മസാല നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സൺഫ്ലവർ ഓയിൽ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ചേർക്കും നമ്മുടെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കുകയില്ല. നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും, നല്ല ഒരു സോഫ്റ്റും ആയിരിക്കും ചോറ് തയ്യാറാക്കി വരുമ്പോൾ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഒരു അരിപ്പിൽ നിന്ന് ഞാൻ ഇതിലോട്ട് മാറ്റുന്നുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അരിച്ചാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കഴുകിയതിന് ശേഷം ഒരു 30 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിനി അടച്ചു വെച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഏതാണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഫ്ലെയിമൊന്നും കുറച്ചിട്ടല്ല ഞാൻ വെച്ചിരിക്കുന്നത്, ഫ്ലെയിമൊക്കെ കൂട്ടി തന്നെയാണ് വെക്കുന്നത്. പിന്നെ ഞാനൊരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന കബാലിയത്തിൻ്റെ മസാല ഉണ്ടല്ലോ, ആ മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഈ റൈസിലോട്ട് ഈ സമയം ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട്. എന്നിട്ട് ഈ സമയം വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചേർത്ത ഈ റൈസ് നല്ല ഒരു ടേസ്റ്റും നല്ല ഒരു ഇതാണ്. ഇതിനിപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കുക. കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. ഇത് ഈ പാനിൽ നിന്ന് തന്നെ വറ്റി അതൊന്ന് നല്ല ക്ലിയർ ആവുന്നതാണ് കുറച്ച് സമയത്തിനിടയിൽ. അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനൊരു മറ്റൊരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതെയാണ് നമ്മൾ ഇതിൻ്റെ മസാല വെച്ച് കൊടുക്കുന്നത്. മിക്സ് ചെയ്യില്ല ബിരിയാണിയൊക്കെ പോലെ. അപ്പോൾ ഈ നമ്മുടെ ബീഫ് മസാല, കബാലിയത്ത് മസാല നമുക്കിതിൻ്റെ മീതെ നിറച്ച് കൊടുക്കാം.
നല്ല ഒരു ടേസ്റ്റ് മണമൊക്കെയാണ് നമ്മുടെ ഈ ചോറും ഈ മസാലയും തമ്മിൽ ചേർത്ത് കഴിക്കാൻ. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതുപോലുള്ളതൊക്കെ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു സോസ് വേണം. വൈറ്റ് സോസാണ് ഞാനിതിൻ്റെ കൂടെ തയ്യാറാക്കുന്നത്. ആ സോസും കൂട്ടി ഈ ചോറ് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. നമ്മുടെ മയോണൈസ് തയ്യാറാക്കും പോലെ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ മയോണൈസൊക്കെ തയ്യാറാക്കുമ്പോൾ അപ്പോൾ മുട്ട നമ്മൾ മഞ്ഞക്കരു വെള്ളക്കരു എടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള മാത്രം എടുത്താണ് അത് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ ആവശ്യമാണെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റാണ്. ആ സോസും കൂട്ടി നമുക്കിതിൻ്റെ കൂടെ ഈ കബാലിയത്ത് റൈസ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അപ്പോൾ മുട്ട നമുക്ക് 2ആയിട്ട് തിരിക്കണം. മഞ്ഞ പ്രത്യേകം, വെള്ള പ്രത്യേകം. അതിൻ്റെ വെള്ള മാത്രമാണ് നമുക്ക് ആവശ്യമായുള്ളത്. 2 മുട്ട എടുക്കുക. അതിൻ്റെ വെള്ള മാത്രം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് കയ്യിലില്ലെങ്കിൽ നമുക്ക് വിനീഗർ ആയാലും മതിയാകും. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്ക് കുറച്ചൊന്നും അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒരുമിച്ച് ചേർത്ത് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കാണ് നമ്മുടെ സോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇത്രയും കട്ടിയിൽ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ മധുരം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇതിനെ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ കബാലിയത്ത് റൈസിനോട് കൂടി ഈ സോസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.